ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ദൈവം മാലാഖയെ അയച്ച് അവൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് നൽകുന്നത് പഴയ നിയമത്തിൽ നമുക്ക് ഒത്തിരി ഭാഗങ്ങളിൽ ശ്രവിക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 25 വരെയുള്ള വചനഭാഗങ്ങൾ നമ്മളിന്ന് ധ്യാനിക്കുമ്പോൾ പുരോഹിത ശുശ്രൂഷ ചെയ്തിരുന്ന സഖറിയായുടെ അടുക്കലേക്കാണ് മാലാഖ അയക്കപ്പെടുന്നത്, ഗബ്രിയേൽ അയക്കപ്പെടുന്നത്. വന്ധ്യയെന്ന് അറിയപ്പെട്ടിരുന്ന എലിസബത്ത് വാർദ്ധക്യത്തിൽ ഗർഭവതിയാകുവാൻ ദൈവത്തിൻ്റെ അഭീഷ്ടം അവളിൽ നിവർത്തിതമാകുവാൻ പോകുന്നുവെന്നുള്ള ആ ധന്യമായ ഒരു വെളിപ്പെടുത്തലാണ് സക്രാസിൻ്റെ മുമ്പിൽ മാലാഖ നൽകുന്നത്. പക്ഷേ സക്രിയാസ് സംശയിക്കുന്നുണ്ട്. ഈ പടുവൃദ്ധന് തന്നിലൂടെ തൻ്റെ ഭാര്യയ്ക്ക് കുഞ്ഞുണ്ടാകാനോ? അതൊരു സംശയമായിരുന്നു. പക്ഷേ മാലാഖ നൽകുന്നൊരു സന്ദേശം ഇതാണ്: അത് സംഭവിക്കുന്നത് വരെയും, നീ അവന് ജോൺ എന്ന് പേരിടുന്നത് വരെയും നിൻ്റെ നാവ് അനങ്ങുകയില്ല എന്ന്. അപ്പോൾ ദൈവികമായ സത്യം വെളിപ്പെടുത്തപ്പെടുന്നത് ഇങ്ങനെയാണ് പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുക. പ്രിയമുള്ളവരെ, അങ്ങനെ ദൈവം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ഇടപെടുന്നു. ഇന്നും നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം മറ്റുള്ളവർ വഴിയായി ഇടപെടുന്നുണ്ട്. എപ്പോഴും നമുക്ക് കുത്തുവാക്കുകൾ പറയാനും പിന്തിരിപ്പിക്കുവാനും ചീത്ത പറഞ്ഞ് അകറ്റാനും ഒക്കെ താല്പര്യമാണെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടത്തിവിടുന്ന പലരും ദൈവത്തിന് തന്നെ പ്രതിനിധികളാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ ശ്രവിക്കുവാനും അവരെ ഉൾക്കൊള്ളുവാനും നമ്മുടെ ഭാവി ജീവിതങ്ങൾ സുഖകരമാകുവാൻ ദൈവേഷ്ടപ്രകാരമായി നിയന്ത്രിക്കുവാനും നമുക്ക് പരിശ്രമിക്കണം. സഖറിയാസിന് സംഭവിച്ചതുപോലെ മൂകനായി തീരാനല്ല, മറിച്ച് ദൈവിക ഇടപെടലുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നവരായി നമ്മുടെ ജീവിതം തുടരാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.